ഓൾറെഡി ITR ഫയൽ ചെയ്ത കേസുകളിൽ വരാൻ സാധ്യതയുള്ള ഒരു സിറ്റുവേഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ റിട്ടേൺ ഫയൽ ചെയ്തിട്ടുള്ളത് 16th April 2024 നമുക്കറിയാം 30th May 2024 ആണ് TDS റിട്ടേൺസ് സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ഈ ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട്. അതിന് മുമ്പ് ഫയൽ ചെയ്താൽ കംപ്ലീറ്റ് TDS ഇൻഫർമേഷൻ നിങ്ങളുടെ 26 ASൽ റിഫ്ലക്റ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾ കിട്ടുന്ന റീഫണ്ടും കുറവായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ TDS ക്രെഡിറ്റ് കുറവായിരിക്കും അവിടെ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. 16th April ഫയൽ ചെയ്തിട്ടുള്ളത്. കുറച്ച് ധൃതിയിലാണ് ഫയൽ ചെയ്തത്. സോ അപ്പോഴാണ് നമ്മൾ വീണ്ടും 26 AS ചെക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കൂടുതൽ TDS വന്നതായിട്ട് കാണുന്നുണ്ട്. 4020 rupees ഇവിടെ TDS വരുന്നുണ്ട്. നമ്മൾ ഓൾറെഡി മുൻപ് ഫയൽ ചെയ്തപ്പോൾ ക്ലെയിം ചെയ്തത് വെറും 160 rupeesൻ്റെ TDS ആണ്. ക്ലയൻറ്റ് ധൃതി പിടിക്കാം, പക്ഷേ ഫയൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഇങ്ങനെ ചെക്ക് ചെയ്യണം. 30th Mayക്ക് മുമ്പാണ് നിങ്ങൾ ഫയൽ ചെയ്തതെന്നുണ്ടെങ്കിൽ TDS ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇവിടെ ബാങ്ക് ഇൻട്രസ്റ്റിൻ്റെ മുകളിലാണ് TDS കളക്ട് ചെയ്തിട്ടുള്ളത്. ആൾ NRI ആയിരുന്നു. സോ ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ ഇൻട്രസ്റ്റിന് മുകളിലാണ് TDS കളക്ട് ചെയ്തിട്ടുള്ളത്. അറൗണ്ട് 4000 rupees നമുക്ക് റീഫണ്ട് എടുക്കാൻ സാധിക്കും. സോ ഇപ്പോൾ എന്താണ് TDS കളക്ട് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്? വളരെ സിമ്പിളാണ്. ഒരു റിവൈസ് റിട്ടേൺ ഫയൽ ചെയ്യുക. റിവൈസ് റിട്ടേണിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള TDS ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ട് തന്നെ ഫയൽ ചെയ്യുക. നിങ്ങൾക്ക് റീഫണ്ട് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.